ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് നോക്കിയാൽ മറ്റൊന്നല്ല, യോഗയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കോവിഡ് മഹാമാരി ലോകത്തിൻ്റെ ആകമാനമുള്ള സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരവസരത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ്. 7ാമത് ഇൻ്റർനാഷണൽ യോഗ ഡേ നമ്മൾ ആചരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ഒരു 10-40 മിനിറ്റ് നേരം, ഏത് തിരക്കുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ഒരു അല്പസമയം ബ്രീത്തിങ് എക്സസൈസിനും അതുപോലെ തന്നെ അംഗചലനത്തിനും കുറച്ച് യോഗാഭ്യാസത്തിനും ഒരല്പസമയം മെഡിറ്റേഷനും സൂര്യനമസ്കാരത്തിനായിട്ട് ചിലവഴിക്കാറുണ്ട്. പല ഭാഗങ്ങളിലായി നിന്നും കിട്ടിയ പോലീസ് പരിശീലനത്തിൻ്റെയും മറ്റു സമയത്ത് പല സമയങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ യോഗാഭ്യാസം. എനിക്കും തോന്നാറുണ്ട് അതിൽ കൂടുതൽ സമയം നടക്കണം, കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ ഇത് ഒരു ദിവസം ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ദിവസത്തിൻ്റെ ഒരു എനർജിയുടെ ലെവൽ ആണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എത്രമാത്രമാണ് എൻ്റെ ഈ ചെറിയ രീതിയിലുള്ള യോഗാഭ്യാസം എനിക്ക് നൽകുന്ന ഗുണങ്ങളെന്നുള്ളത്. ഒരുപക്ഷെ രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് ജോലി കാര്യങ്ങളിലും പല ഔദ്യോഗിക കൃത്യനിർവഹണത്തിലും വ്യക്തിപരമായിരിക്കുന്ന പല ജോലി തിരക്കുകളിലൊക്കെ ഇടപെട്ടു ഒരുപക്ഷെ വളരെ അവശനായി കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരാൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തരം ഫിറ്റിക്ക് വളരെ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു 10-30-40 മിനിറ്റ് നേരത്തെ പ്രവർത്തനം കൊണ്ട് പൂർവാധീനം ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണണം. ഇത് ലോകത്തിലെ പല ലീഡേഴ്സും, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള പല പ്രമുഖ വ്യക്തികളും തന്നെ അവരുടെ എനർജിയുടെ സോഴ്സായിട്ട് പറയാറുള്ളത് യോഗയാണ്. യോഗ എന്നുള്ളത് ഒരു മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉള്ള ഒരു സംയോജനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യോഗയാണല്ലോ നമ്മൾ യോഗയായിട്ട് കണക്കാക്കണം. ഒരു നല്ല രീതിയിൽ ഈ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നമ്മൾ കൂട്ടിയോജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ താളവും പ്രപഞ്ചത്തിൻ്റെ രീതിയും പ്രപഞ്ചത്തിൻ്റെ സുഗന്ധവും എല്ലാം കൂടി കൂട്ടിയോജിച്ച് പ്രപഞ്ചത്തിലെ ഒരു തരിയായിട്ട് നമ്മൾ മാറുന്ന ഒരു ടോട്ടാലിറ്റിയുടെ ഒരു വലിയ ഭാഗമായിട്ട് നമ്മൾ മാറുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കും. ആ ഒരു മൊത്തത്തിലുള്ള ഒരു ടോട്ടാലിറ്റിയുടെ ഭാഗമാണെന്നുള്ളൊരു പരമമായ സത്യവും നമ്മളെ യോഗ പഠിപ്പിക്കും. നമ്മളെന്ന് പറയുന്നതൊരു ഇതിലൊരു അപാരമായിരിക്കുന്ന ഒരു സംഭവമല്ല എന്ന്. എന്നാൽ ഒരുപാട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സകല ചരാചരങ്ങളുടെയും ഒരു ഭാഗമാണ് നമ്മളെന്നുള്ളതും ആ പരമമായ സത്യം നമ്മളിലേക്ക് ബോധ്യപ്പെടുത്താൻ നിരന്തരമായിരിക്കുന്ന യോഗാഭ്യാസം സാധ്യമാകുന്നുള്ളൂ. ഒരുപക്ഷേ ആ ഒരു പരമമായ സത്യം നമ്മൾ എപ്പോഴാണോ ബോധ്യപ്പെടുന്നത്, നമ്മൾ മനസ്സിലാകുന്നത്, ആ സമയം മുതൽക്ക് നമുക്ക് സത്യത്തിൽ സ്ട്രെസ്സും അതുപോലത്തുള്ള അനാവശ്യമായിരിക്കുന്ന വേവലാതികളും അതുപോലെ വ്യഥകളും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതും ഒരു നിത്യ ആനന്ദം മനസ്സിലെപ്പോഴും അനുഭവപ്പെടുവാനും സാധ്യമാകും. എത്ര സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അതിന് മറ്റു രീതിയിലുള്ള ചിന്തകളൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ഏതെങ്കിലും ഒരു മതസ്ഥരുടേതാണോ എന്നുള്ളത്. ഒരു മനുഷ്യ നന്മയെ, മനുഷ്യരാശിയുടെ നന്മയെ ഉപാസിച്ച, ആഗ്രഹിച്ച, അതിനു വേണ്ടിയിട്ട് മനനം ചെയ്തെടുത്തിരിക്കുന്ന ഒരു കലയായിട്ടോ ഒരു സയൻസായിട്ടോ യോഗയെ കാണാവുന്നതാണ്. അതെല്ലാവരും മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി ഏറ്റവും നമ്മളെ ഒരു കെട്ട കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു സമാധാനമായി, ശാന്തിയായി യോഗ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു യോഗ പ്രോട്ടോക്കോളിൽ പറയുന്ന ഒരു കുറച്ച് സമയത്തുള്ള ഈ കാര്യമെങ്കിലും ഒരു നിത്യജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ക്രമേണ മാറി മറിയുന്നത് കാണാൻ പറ്റും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 7th ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ 2021 യോഗാ ദിനം ജൂൺ 21. എല്ലാവർക്കും സ്വാഗതം. കേരള പോലീസ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ വിത്ത് കേരള പോലീസ് അക്കാദമി. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, പ്രോട്ടോകോൾ പ്രകാരമാണ് ചെയ്യുന്നത്. ആദ്യം ഓപ്പണിംഗ് പ്രയർ, പിന്നെ ലൂസനിങ് പ്രാക്ടീസസ്, അതിനുശേഷം സ്റ്റാൻഡിങ്, സിറ്റിംഗ്, സുപ്പൈൻ, പ്രോൺ ആൻഡ് സുപ്പൈൻ ആസനാസ്, മറന്ന് കിടന്ന് കമിഴ്ന്ന് കിടന്ന് ആസനങ്ങൾ. അതിനുശേഷം പ്രാണായാമ. ഇങ്ങനെയാണ് ചെയ്യുന്നത്.
45 മിനിറ്റാണ് ഇതിനെടുക്കുന്ന സമയം. ഇതിൽ ആദ്യത്തെ ഓപ്പണിംഗ് പ്രെയർ എന്ന് പറയുന്നത് ഈ പ്രയർ ഇങ്ങനെയാണ്: സഹന വവതു സഹനൗ പുനക്തു സഹവീര്യം കരവാവകെ തേജസ്വിനാ വദീതമസ്തു മാ വിദ്വിഷാവകെ ശാന്തി 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 എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പഠിക്കുന്നയാളും പഠിപ്പിക്കുന്നയാളും തമ്മിൽ ഐക്യമുണ്ടാവട്ടെ. അവർ തമ്മിൽ പഠിപ്പിക്കുന്നയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവട്ടെ. അവർ തമ്മിൽ നല്ല ഐക്യമുണ്ടാവട്ടെ. എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. ഓപ്പണിംഗ് പ്രേയറിലേക്ക് പോകാം നമുക്ക്. സഹനാവവധു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവദീതമസ്തു മാ വിദ്വിഷാവഹേ ശാന്തി ശാന്തി ശാന്തി. രണ്ട് കൈകൾ റബ്ബ് ചെയ്യുക. കണ്ണിലോട്ട് കൊടുക്കുക, കവിളിലോട്ട്, കഴുത്തിലോട്ട്. കൈ നേരെ ബാക്കിലേക്ക് വെച്ച്, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കൈ നേരെ ബാക്കിലേക്ക് വെച്ച് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റിമുട്ടിക്കുക. അല്ലെങ്കിൽ മുട്ടുമടക്കി ഇതേപോലെ ഇരുന്ന് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റിമുട്ടിക്കുന്നതാണ്. ലൂസനിങ് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ലൂസനിങ് പ്രാക്ടീസ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കഴുത്തിനാണ്. കൈ ഇങ്ങനെ വെച്ച് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വലതുവശം എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ഇടതുവശം എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് വലത്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ഇടത്, എടുത്തുകൊണ്ട് നേരെ. അതിനുശേഷം ഇതൊരു 3-4 തവണ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നേരെ ബാക്കോട്ട്, വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട്, വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട്, വിട്ടുകൊണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കഴുത്തിന് നേരെ സൈഡിലേക്ക് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ചിരിക്കുകയാണ്. അതുവേണ്ടി ഷോൾഡർ ഉയർത്തി കൊടുക്കരുത്. ഷോൾഡർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട്, എടുത്തുകൊണ്ട്, വിട്ടുകൊണ്ട്, എടുത്തുകൊണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിനാണ്. ഷോൾഡറിന് ചെയ്യുന്നത് നമ്മൾ കാലുകൾ ഒരു 2 ഇഞ്ച് അകലത്തിൽ വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തി ഇങ്ങനെ വന്ന് തലക്ക് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നേരെ നോക്കുക. നമ്മുടെ ബൈസെപ്സ് ചെവിക്ക് ടച്ച് ചെയ്യട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താണു വരട്ടെ. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട് കൈ രണ്ടും കാലിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ തന്നെയാണ്. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ സാധാരണ നോർമൽ ബ്രീത്ത് തന്നെയാണ്. ഈ 2 മുട്ടുകളും ചേർത്ത് വെക്കുക. അതിനുശേഷം താഴോട്ട് വന്ന് ഈ മുട്ട് മാക്സിമം മുകളിലേക്ക് ഉയർത്തി വീണ്ടും ഇങ്ങനെ ഒരു 8-10 തവണ ചെയ്യുക. ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. അപ്പോഴും കൈയുടെ മുട്ട് ചേർന്നിരിക്കണം. ഇതേപോലെ മുട്ട് ചേർന്നിരിക്കണം. ഇപ്പം നമ്മൾ കഴുത്തിന് ചെയ്തു, ഷോൾഡർ ചെയ്തു. ഇനി നമ്മുടെ ഹിപ്പിനാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. 2 കാലുകൾ അല്പം അകലത്തിൽ വെക്കുക. ഷോൾഡറിൽ വിധാനത്തിൽ വെക്കാം നമുക്ക്.
2 കൈകൾ നേരെ വെച്ചു. ഇനി ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് വലത് കൈ മാക്സിമം വലതുവശത്തേക്ക് വരിക. ഈ സമയം ഇടത് കൈ വലത് കൈയുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. ചെയ്യുന്ന ഇങ്ങനെയാണ്. ശ്വാസം വിട്ടു, ശ്വാസം എടുത്തു, ഓർമ്മിക്കേണ്ട പ്രത്യേകത, ഈ സമയം നമ്മുടെ കാലുകൾ അവിടെ നിന്ന് ഇളകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്ന ആസനങ്ങളിൽ ഫസ്റ്റ് ചെയ്യുന്ന ആസനമാണ് താടാസനം. താടാസനം എന്ന വാക്കിൻ്റെ അർത്ഥം പാം ട്രീ എന്നാണ്, പന, ഒറ്റത്തടി മരം. അതേപോലെ നമ്മുടെ ബോഡിയെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഇറഗുലർ ആയിട്ടുള്ള പോസ്റ്റേഴ്സുകൾ, നമ്മുടെ ബോഡിയുടെ പോസ്റ്റേഴ്സുകളെ ശരിയാക്കുന്ന ഒരു ആസനമാണിത്. അതേപോലെ തന്നെ ഷോൾഡർ പെയിൻ നല്ല ആസനമാണ്. എല്ലാ നെർവ്സുകളും പിടിച്ചു വലിക്കുന്ന ഒരു ആസനമാണ്. ഹീൽ പെയിൻ നല്ല ആസനമാണിത്. ഇത് ചെയ്യുന്നത് കൈകൾ രണ്ടും സൈഡിലൂടെ പൊക്കി ഇൻ്റർലോക്ക് ചെയ്ത് ഈ കൈയുടെ ഉള്ളം കൈ ആകാശത്തേക്ക് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ 1-2 പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്കൊരു 3-4 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. എൻ്റെ കാൽ ശ്രദ്ധിക്കണം, കാലിൻ്റെ ഹീലാണ് പൊങ്ങേണ്ടത്. ഞാൻ അതിനു വേണ്ടി ഒന്ന് പൊക്കി വെക്കാം. അത് കാലിൻ്റെ ഹീലാണ് പൊങ്ങുന്നത്. ശ്വാസം എടുത്തു, 2 ഇഞ്ചെങ്കിലും കാലകത്തി വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ 2 കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത് ഉള്ളം കൈ ആകാശത്തേക്ക് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഹീല് പൊക്കുക. മാക്സിമം ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കുക. ശ്വാസം എടുക്കുക വിടുക ചെയ്യുക. നിങ്ങൾക്ക് ശ്വാസം വേണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാമത്. 2 കാലുകൾ ചേർത്ത് വെച്ചു. ഒരു 2 ഇഞ്ചെങ്കിലും അകലത്തിൽ വെക്കുന്ന നല്ലതാണ്. നേരെ നോക്കി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി ഫിംഗർ ഇൻ്റർലോക്ക് ചെയ്ത് ഈ ഉള്ളം കൈയെ ആകാശത്തേക്ക് കാണിച്ചുകൊണ്ട് തന്നെ മാക്സിമം പൊങ്ങുക കാല്. ശ്വാസം എടുക്കുക വിടുക ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെച്ചു. ഇതേപോലെ നിങ്ങൾക്ക് 4-5 തവണ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് വൃക്ഷാസന. ഒരു വൃക്ഷത്തിന് അതിൻ്റെ വേര് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ ഇതേപോലെ നമുക്ക് കൈകാലുകൾക്ക് ബലം കൊടുക്കുന്ന ഒന്നാണ്, കാലുകൾക്ക് ബലം കിട്ടുന്ന ഒന്നാണ് വൃക്ഷാസന. ഇത് നമ്മൾ ചെയ്യുന്നത് വലത് കാലിൻ്റെ കാൽപാദം നമ്മുടെ ഇടത് കാലിൻ്റെ തുടയുടെ മാക്സിമം മുകളിൽ, അത് പെരീനിയം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് 5 വിരലുകളും താഴേക്ക് വെച്ചുകൊണ്ട് ഒരു പോയിന്റിലേക്ക് നോക്കിക്കൊണ്ട് കൈ ഉയർത്തി തൊഴുതു നിൽക്കുന്ന ഒരു മാതൃകയിലാണ് ഇതുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാഡീ ഞരമ്പുകളെ സ്ട്രെച്ച് ചെയ്യുന്നു, കോൺസെൻട്രേഷനെ കിട്ടുന്നു, നമുക്ക് അതുപോലെ തന്നെ അറ്റൻഷൻ, നമുക്കൊരു ശ്രദ്ധയില്ലായ്മയെ ഇല്ലാതാക്കുന്നു. നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ തുടയുടെ മസിലുകളെ സ്ട്രെങ്ത് ചെയ്യുന്ന ഒരു ആസനം കൂടിയാണിത്. ഇത് പണ്ട് കാലത്ത് ഋഷിവര്യന്മാർ, സന്യാസിമാരൊക്കെ ധ്യാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ആസനമാണിത്. ചെയ്യുന്നിങ്ങനെയാണ്. വലത് കാല് മാക്സിമം കയറ്റി വെക്കുക. എത്രത്തോളം കയറ്റി വെക്കാൻ പറ്റുമോ അത്രത്തോളം കയറ്റി വെക്കുക. അതിനുശേഷം 2 കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഉയർത്തുക. തൊഴുത് നിൽക്കട്ടെ അവിടെ. അവിടുന്ന് ശ്വാസം എടുക്കുക വിടുക ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തി വെക്കുക. ഇത് ശരിയായ രീതിയിൽ സ്ട്രെച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ഫ്രോസൺ ഷോൾഡർ എന്ന അസുഖത്തിന് നല്ലതാണ് ഈ ആസനം. ഇനി നമ്മൾ ചെയ്യുന്നത് പാദഹസ്താസനമാണ്. പാദം മീൻസ് കാലുകൾ, ഹസ്തം മീൻസ് കൈ. കാലുകൾ അടുത്തേക്ക് കൈകളെ കൊണ്ടുപോകുന്ന ഒരു പോസ്റ്ററാണിത്. ഇത് ഡൈജഷൻ നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ നല്ലതാണ്, മെൻസ്ട്രൽ പെയിൻ, സ്ത്രീകൾക്കുണ്ടാകുന്ന ഡിസമെനോറിയ, അമെനോറിയ പോലെയുള്ള ഈ പെയിനുകൾക്ക് നല്ലതാണ് ഈ ആസനം. ബ്രെയിനിലേക്ക് രക്തം വരുന്നതാണ്, മുഖത്ത് നല്ലതാണ്, ബ്രെയിന് നല്ലതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്കാർക്ക് നല്ലതാണ്. ആസനമാണ് നമ്മുടെ പാദഹസ്താസന എന്ന് പറയുന്നത്. കാല് ഇങ്ങനെ വെച്ചുകൊണ്ട് 2 ഇഞ്ച് കാലകത്തി വെക്കുക. 2 ഇഞ്ച് മീൻസ് 2 ഇഞ്ച്. അതിൽ കൂടിയാൽ നിങ്ങൾ കഴിയുന്നതും 2 ഇഞ്ച് വെക്കാൻ നോക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തുക.
നേരെ മുകളിലേക്ക് അല്പം ഒന്ന് ബാക്കോട്ട് വന്ന് ശ്വാസം വിട്ടുകൊണ്ട് ഒമ്പോട്ട് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തുകൊണ്ട് തന്നെ വരിക. അവിടുന്ന് ശ്വാസം എടുത്തോണ്ട് ഉയരുക. ശ്വാസം വിട്ട് താത്തി വെക്കുക. നിങ്ങൾക്ക് ഇതേ പോസ്റ്ററിൽ ഒരു 10 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കാൻ പറ്റിയാൽ ഇറ്റ്സ് ഗുഡ്. അടുത്തതാണ് അർദ്ധ ചക്രാസന. ചക്ര മീൻസ് വീൽ, അർദ്ധ മീൻസ് ഹാഫ്. ചെയ്യുന്ന ഇങ്ങനെയാണ്. കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വെക്കുക. കൈകൾ നേരെ ബാക്കിലേക്ക്. ഈ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ കൈയുടെ മുട്ടുകൾ തമ്മിൽ ചേർത്ത് വെക്കാൻ ശ്രമിക്കുക, അടുപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലങ്സ് മാക്സിമം എക്സ്പാൻഷൻ ആവും. അങ്ങനെ ഇന്നുകൊണ്ട് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ വരിക. ഒരു 30 സെക്കൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണത്. ഇതിന് പ്രത്യേകം എന്ന് പറയുന്നത് ലങ്സ് എക്സ്പാൻഷൻ കിട്ടുന്നത് തന്നെ ഈ സമയത്ത് വളരെ നല്ലതാണ് ഈ ആസനം ചെയ്യുന്നത്. ലങ്സിൻ്റെ എക്സ്പാൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ മസിൽസുകൾ സ്ട്രെങ്ത് ആകുന്നു, ഇൻഡൈജഷനെ ഇല്ലാതാക്കുന്നു. ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ഇതിലുള്ളത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനമാണ്. ഈ ത്രികോണാസനത്തിൻ്റെ പേര് വരാനുള്ള കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ ആ ഷേപ്പ് ത്രികോണ അവസ്ഥയിൽ വരുന്നത് കൊണ്ട് തന്നെയാണ്. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കാൽ ചേർത്ത് വെച്ചു. ഏതെങ്കിലും ഒരു കാല് നിങ്ങളുടെ ഷോൾഡർ ലെവലിനേക്കാളും അകത്തിൽ വെക്കുക. എന്നിട്ട് വലത് കാല് വലത് ഭാഗത്തേക്ക് ചെയ്യുമ്പോൾ വലത് കാല് 5 വിരലും വലത് വശത്തേക്ക് തിരിയട്ടെ. ഈ സമയത്ത് 2 കാലിൻ്റെ ഹീലും ഒരേ ലെവലിലായിരിക്കണം. എന്നിട്ട് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയെ കൊണ്ട് വലത് കാലിലേക്ക് പിടിക്കുക. നോട്ടം ഉയർത്തിയ ഇടത് കൈ വെള്ളയിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. ഇതും ഒരു 30 സെക്കൻഡ് നിൽക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. ഇനി ഈ വലത് കാൽ നേരെ വെച്ചു, ഇടത് കാൽ ഇടത് വശത്തേക്ക്. ശ്വാസം എടുക്കുക, നേരെ നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈയെ കൊണ്ട് ഇടത് കാലിലേക്ക് പിടിക്കാൻ നോക്കുക. നോട്ടം ഉയർത്തിയ വലത് കൈ വെള്ളയിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും താഴ്ത്തി വെച്ചു. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ തൈ മസിലിന് നല്ലതാണ്, നമ്മുടെ കാഫ് മസിലിന് നല്ലതാണ്, ഹിപ്പിന് നല്ലതാണ്, ലങ്സ് എക്സ്പാൻഷൻ ആവുന്നതാണ്. ഇതിനൊക്കെ നല്ലതാണ് ഈ നിൽക്കുന്ന ആസനങ്ങൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരിക്കുന്ന ആസനങ്ങളാണ്. ആ ഇരിക്കുന്ന ആസനങ്ങളിൽ ആദ്യത്തെ ആസനം എന്ന് പറയുന്നത് ഭദ്രാസനമാണ്. ഭദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം അസ്പീഷ്യസ്, ധന്യമായത്, അല്ലെങ്കിൽ ഫേം എന്നർത്ഥമുണ്ട്. ഇത് സ്ത്രീജന്യമായ രോഗങ്ങൾക്ക് നല്ലതാണ്. മെൻസ്ട്രൽ പെയിന് നല്ലതാണ്, അബ്ഡോമിനൽ പെയിന് നല്ലതാണ്, ഹിപ്പിന് നല്ലതാണ്. അതേപോലെ തന്നെ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തേക്ക് രക്തം വരുന്നത് നല്ല തന്നെയാണ്. തൈസിന് നല്ലതാണിത്. നീ പെയിൻ ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റിയൊരു ആസനമാണിത്. ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 കാൽപാദങ്ങൾ ചേർത്ത് വെച്ചു. അതിനുശേഷം കൈ ഇൻ്റർലോക്ക് ചെയ്ത് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് മാക്സിമം അടുപ്പിക്കുക. എന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക. എത്രത്തോളം ഈ 2 മുട്ടുകളെയും ഭൂമിയിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റ് ആയിരിക്കുക. ഒരു 30 സെക്കൻഡുകളെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ റിലീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 3-4 തവണയെങ്കിലും ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതാണ് വജ്രാസനം. വജ്രം എന്ന് പറയുന്നത് ഏറ്റവും കാഠിന്യമേറിയ വസ്തുവാണ്. അതേപോലെ തന്നെ നമ്മുടെ ജെനിറ്റൽ ഓർഗൻ്റെ ഭാഗത്തേക്ക് രക്തോട്ടം കിട്ടുന്നത് കൊണ്ട് തന്നെ യൂട്രസിന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്, അതുപോലെ തന്നെ ദഹന ശക്തിക്ക് നല്ലതാണ്. ഭക്ഷണം കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. പക്ഷേ ഭക്ഷണം കഴിഞ്ഞാൽ പോലും ചെയ്യാവുന്ന ഒരു ആസനമാണ്
ഈ വജ്രാസനം എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. 2 കാൽ നീട്ടി വെച്ചു, ഇടത് കാല് മടക്കി വെച്ചു, വലത് കാല് മടക്കി വെച്ചു, ഇടത് കാലിൻ്റെ പെരുവിരലിൻ്റെ മുകളിൽ വലത് കാല് ചേർത്ത് വെച്ചു, ഒന്ന് കയറ്റി വെച്ചു, 2 മുട്ടുകൾ ചേർത്ത് വെച്ചു, സ്ട്രെയിറ്റായി മുട്ടിൻ്റെ മുകളിൽ കൈ വെക്കുക. നിങ്ങൾക്ക് ചിന്മുദ്ര ഇരിക്കാവുന്നതാണ്, ഇങ്ങനെയും ഇരിക്കാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിരുന്നു കൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ഏറ്റവും സുഖമായി ഇരിക്കാൻ സാധിക്കുന്ന ഒരു ആസനമാണിത്. ഈ ഹീല് രണ്ടും അകന്നിട്ടുണ്ടാകും, ഈ 2 കാലുകൾ ചേർന്നിട്ടുണ്ടാകും. ആ ഗ്യാപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനുശേഷം ഓരോ കാലുകളായി നമ്മൾ ഇടത് കാൽ നീട്ടിവെച്ചു, അതിനുശേഷം വലത് കാൽ നീട്ടിവെച്ചു, സ്ട്രെയിറ്റായി നിന്നിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധ ഉഷ്ട്രാസനമാണ്. അർദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം പകുതി, ഉഷ്ട്ര എന്ന വാക്കിൻ്റെ അർത്ഥം ഒട്ടകം എന്നാണ്. ഇത് ഡൈജഷൻ നല്ലതാണ്, നടുവേദനക്ക് നല്ലതാണ്, കഴുത്തിൻ്റെ മസിലുകൾക്ക് നല്ലതാണ്, ലങ്സിന് നല്ലതാണ്, എക്സ്പാൻഷൻ ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ആയിട്ടുള്ള ബോഡിക്ക് നല്ലതാണ്. നമ്മുടെ ഈ 2 ഭാഗത്തുള്ള കൊഴുപ്പിന്, നമ്മുടെ ഈ ഹിപ്പിന് ചുറ്റുമുള്ള കൊഴുപ്പുകളെ ഇല്ലാതാക്കുന്ന ഒരു ആസനം കൂടിയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. 2 കാൽ നീട്ടിവെച്ചു, അതിനുശേഷം ഇതേപോലെ ഇരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വജ്രാസനത്തിലിരുന്നു. അതിനുശേഷം മുട്ടുമൽ നിന്നു, അവിടെ മുട്ടുമൽ നിൽക്കുക. അതിനുശേഷം കൈകൾ രണ്ടും ഹിപ്പിലോട്ട് വെച്ച് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പിന്നോട്ടേക്ക് വരിക. വിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വരിക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. കൈ നേരെ ഹിപ്പിലോട്ട് വെച്ച് ശ്വാസം എടുത്ത് ബാക്കോട്ട് വരിക. ശ്വാസം വിട്ട് മുന്നോട്ടേക്ക് വരിക. ഇതാണ് അർദ്ധ ഉഷ്ട്രാസനം. നമ്മൾ ചെയ്യുന്നത് പൂർണ്ണ ഉഷ്ട്രാസനമാണ്. അത് ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 മുട്ടുമേൽ നിന്നു നേരെ നോക്കി ശ്വാസം എടുത്ത് 2 കൈകളും ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തി, അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തന്നെ വലത് കൈയെ കൊണ്ട് വലത് ഹീലിലേക്ക് പിടിക്കുക, ഇടത് കൈയെ കൊണ്ട് ഇടത് ഹീലിലേക്ക് പിടിക്കുക, വയറിനെ തള്ളി മുമ്പോട്ടേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ മുന്നിലേക്ക് കൊണ്ടുവന്നു, ഇടത് കൈ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. സ്ട്രെയിറ്റായി വജ്രാസനത്തിലിരുന്നു, മുട്ടുമേൽ നിന്നു, ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തി നേരെ അതാത് കാൽപാദത്തിലേക്ക് പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ കൊണ്ടുവന്നു, ഇടത് കൈ കൊണ്ടുവന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശശാങ്കാസനമാണ്. ശശാങ്കം എന്ന വാക്കിൻ്റെ അർത്ഥം റാബിറ്റ് അഥവാ മുയൽ. ഇതിൻ്റെ പ്രത്യേകത ദേഷ്യം കുറക്കുവാനും സ്ട്രെസ് കുറക്കുവാനും ആങ്സൈറ്റി ഇല്ലാതാക്കുവാനും നല്ലൊരാസനമാണ് ശശാങ്കാസനം. ചെയ്യുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പഠിച്ചതുപോലെ 2 കാല്, ഇതിനെ ദണ്ഡാസനം എന്ന് വിളിക്കും. 2 കാല് നേരെ വെച്ചു, ഇടത് കാല് ബാക്കിലേക്ക് വന്നു, വലത് കാല് ബാക്കിലേക്ക് വന്നു, വജ്രാസനത്തിലിരുന്നു, 2 കാൽ മുട്ടുകളും അകത്തി വെക്കുക. അതിനുശേഷം കൈ 2 മുട്ടിലേക്ക് വെച്ച് ദീർഘമായി ശ്വാസം എടുത്ത് കൈ ഉയർത്തി തൊഴുത് നിന്ന് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെച്ച് മുമ്പോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യുക, താടി കുത്തുക, നേരെ നോക്കുക.
അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. 2 കാലുകൾ അകത്തി വെച്ചു. ശ്വാസം എടുത്തുക. എത്രയും കിടക്കുവാൻ ഇതേപോലെ കിടക്കാൻ വളരെ സൗകര്യമാണ്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഉയർന്നു. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകൾ താഴ്ത്തി വെച്ചു. കാല് പതിയെ നീട്ടിവെക്കുക. ഓരോ കാലുകൾ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനമാണ്. വക്രം മീൻസ് വളഞ്ഞത് എന്നർത്ഥം. ഇത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, സ്പൈനിന് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന നല്ല മാർഗമാണ്. ഹിപ്പിന് നല്ലതാണ്. അതേപോലെ തന്നെ ഡയബറ്റിക്കാർക്ക് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നല്ലതാണ് ഈ ആസനം. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കാൽ നീട്ടിവെച്ചു. നമ്മൾ ചെയ്ത് ഇടത് ഭാഗത്തേക്കാണ്. 2 കാൽ നിവർത്തി വെച്ചു. ഇടത് കാല് മടക്കി വെച്ചു. ഇടത് കൈ നേരെ പിന്നിലേക്ക് വെച്ചു. ഇനി ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ ഇടത് ആംഗിൾ പിടിക്കുക. എന്നിട്ട് നോട്ടം നേരെ ഇടത് വശത്തേക്ക്. ശ്വാസം വിട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. കാല് നീട്ടി വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. 2 കാല് നീട്ടി വെച്ചു. വലത് കാല് മടക്കി ഇതേപോലെ വെച്ചു. വലത് കൈ നേരെ ബാക്കിലേക്ക് കുത്തി ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് കൈ ഉയർത്തി ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ ആംഗിളിലേക്ക് പിടിച്ചു. നേരെ ബാക്കോട്ടേക്ക് തിരിഞ്ഞു. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം നേരെ ബാക്കോട്ടേക്ക് തിരിഞ്ഞു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. കാൽ നീട്ടിവെച്ചു. ഇതേപോലെ ഇടത് കാല് മടക്കി നേരെ ബാക്കിൽ അടുപ്പിച്ച് വെച്ചു. ഇടത് കൈ നേരെ പിന്നിലോട്ട് കുത്തി. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ ആംഗിൾ പിടിക്കുക. നോട്ടം നേരെ ഇടത് ഭാഗത്തേക്ക്. അവിടെ നമ്മൾ ഒരു 30 സെക്കൻഡ് നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ നേരെ ഉയർത്തി. കാൽ നേരെ വെച്ചു. സ്ട്രെയിറ്റ് ആയിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങളാണ്. അതിനെ പ്രോൺ ആസനാസ് എന്നാണ് വിളിക്കുന്നത്. ആദ്യം ചെയ്യുന്നത് മകരാസനമാണ്. പിന്നീട് ഭുജംഗം, പിന്നീട് ശലഭം. മകരം എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൊക്കഡൈൽ എന്നാണ്. ഈ ക്രൊക്കഡൈൽ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ച് പുഴയുടെയോ നദിയുടെയോ തീരത്ത് റെസ്റ്റ് ചെയ്യുന്നത്, അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആസനമാണ് ഈ മകരാസനം എന്ന്. ഇത് നല്ലത് സ്പൈനൽ കോഡ് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ നല്ലതാണ്, അജീർണം ഉണ്ടാകാതിരിക്കാൻ നല്ല മാർഗമാണ്. അതുപോലെ തന്നെ നല്ല റിലാക്സ് കിട്ടുന്ന ഒരു ആസനം കൂടിയാണ്. ചെയ്യുന്ന ഇങ്ങനെയാണ്. കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്നുകൊണ്ട് 2 കാലിൻ്റെ ഹീലും ഫേസ് ടു ഫേസ് ആക്കി വെക്കുക. അതിനുശേഷം ആ കാല് ഷോൾഡർ ലെവലിനേക്കാളും അകത്തി വെക്കുക. അതിനുശേഷം ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ചുകൊണ്ട് താടി കുത്തി വെക്കാം, നെറ്റി കുത്തി വെക്കാം, ഇതേപോലെ ചെരിച്ച് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെ റിലാക്സ് കിട്ടുന്നു അങ്ങനെ ചെയ്യാം. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. നല്ല റിലാക്സ് കിട്ടുന്നൊരാസനമാണിത്. ഇത് ഡയബറ്റിക്കാർക്ക് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ നല്ലതാണെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യുന്ന ആസനമാണ് ഭുജംഗാസനം. 2 തരത്തിലുണ്ട്. സരള ഭുജംഗാസനമുണ്ട്, ഭുജംഗാസനമുണ്ട്. സരള മീൻസ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയ ഭുജംഗാസനമാണ്. ഭുജംഗം എന്ന വാക്കിൻ്റെ അർത്ഥം പാമ്പ് എന്ന അർത്ഥം. പാമ്പ് എങ്ങനെയാണോ പത്തി വിടർത്തുന്നത് ഇതേപോലെയാണ്. ഇത് ബാക്ക് പെയിൻ നല്ലതാണ്, ഷോൾഡർ നല്ലതാണ്, ലങ്സിന് നല്ലതാണ്. ലങ്സ് കപ്പാസിറ്റി കൂട്ടുന്ന നല്ല ആസനമാണ്.
സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല ബ്ലെസ്സിങ് ആയ ആസനമാണ് സ്ത്രീകൾക്ക്. കാരണം ഈ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് പോലെയുള്ള സാധനങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ഭുജംഗാസന എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. കമിഴ്ന്ന് കിടന്നു, കൈകൾ രണ്ടും ഏകദേശം നമ്മുടെ ഈ കവിളിന് അടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ശ്വാസം വിട്ട് താത്തി വെക്കുക. ഇതിനെയാണ് നമ്മൾ സരൽ ഭുജംഗാസന എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നും കൂടി ശ്വാസം എടുത്തുകൊണ്ട് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഭുജംഗാസന ചെയ്യാൻ പോവുകയാണ്. ആ ഭുജംഗം ചെയ്യുമ്പോൾ കൈ രണ്ടും ഷോൾഡർ ലെവലിലേക്ക് അവിടെ കൊണ്ടുവരുന്നത്. അതായത് കൈ ഇങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോകുന്നില്ല, ഈ ഷോൾഡർ ലെവലിൽ കൊണ്ടുവരിക. എന്നിട്ട് രണ്ട് കൈകളും ചേർത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകളും ബോഡിക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് നെറ്റി സാവധാനം മാക്സിമം പൊക്കാൻ നോക്കുക. ഉയർത്തി നേരെ സീലിങ്ങിലേക്കോ ആകാശത്തേക്കോ നോക്കാൻ ശ്രമിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. കഴിയുന്നതും കാലുകൾ ചേർത്ത് വെക്കാൻ ശ്രമിക്കുക. തുടകൾ തടിയുള്ളവർക്ക് അത് ചെയ്യാൻ കുറച്ച് വിഷമമായിരിക്കും, കാലുകൾ ചേർത്ത് വെക്കാൻ. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ശ്വാസം എടുത്തു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. പറ്റുമെങ്കിൽ ഒരു 10 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കാൻ ശ്രമിക്കുക അവിടെ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനമാണ്. ശലഭം എന്ന് നമ്മൾ സ്കൂൾ കാലങ്ങളിലൊക്കെ പഠിച്ച ലീവ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന തുമ്പിയെ പിടിക്കുക. ആ തുമ്പിയെപ്പോലെ കാലുകൾ പൊക്കുക. ഹെലികോപ്റ്റർ ഫ്ലൈ എന്ന് വിളിക്കുന്ന സാധനമാണ്. അതേപോലെ നമുക്ക് 2 കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുന്നത്. ഇത് നല്ലത്, ബാക്ക് പെയിൻ നല്ലതാണ്. നമ്മുടെ മുഖത്തേക്ക് രക്തം വരുന്നതാണ്. ഇതിനെ വിളിക്കുന്ന പേര് തന്നെ ബ്യൂട്ടി ആഡ്സ് ടു വുമൺ എന്നാണ്. കണ്ണുകൾക്ക് നല്ലതാണ്, കഴുത്തിന് നല്ലതാണ്, അതേപോലെ നടുവിന് നല്ലതാണ്, ഹിപ്പിന് നല്ലതാണ്. നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ആസനം കൂടിയാണിത്. ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 കൈകൾ പിന്നിലോട്ട് വെച്ച് കാലുകൾ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈക്ക് ശക്തി കൊടുത്തുകൊണ്ട് തന്നെ പരമാവധി ഉയർത്തുക. നമുക്ക് പരമാവധി എത്രത്തോളം കാലുകൾ ഉയർത്താൻ പറ്റും അത്രത്തോളം ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ടാണ്. ശ്വാസം വിട്ടുകൊണ്ട് താത്തി വെക്കുക. നമുക്കൊന്നും കൂടി ചെയ്യാം. നമ്മുടെ മുഖത്താണ് കൂടുതൽ രക്തം ഇരിച്ചു കയറുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താത്തി വെക്കുക. ഒന്ന് വേണമെങ്കിലൊന്നും അതിലേക്ക് കിടന്നോളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലർന്നു കിടക്കുന്ന ആസനങ്ങളാണ്. 4 ആസനങ്ങൾ അതിലുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത്. ആദ്യത്തെ ആസനമാണ് സേതുബന്ധാസനം. സേതുബന്ധം എന്ന വാക്കിൻ്റെ ബ്രിഡ്ജ് എന്നാണ്. ഇത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ നല്ലതാണ്. നമ്മുടെ ചെസ്റ്റിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കഴുത്തിന് നല്ലതാണ്. മുഖത്ത് രക്തം വരാൻ നല്ല മാർഗമാണ്. കണ്ണുകൾക്ക് നല്ലതാണ്. കണ്ണുകൾക്ക് ഏറ്റവും നല്ലൊരു ആസനമാണ് ഈ സേതുബന്ധാസനം എന്ന് പറയുന്ന ആസനം. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. മലർന്ന് കിടന്നു. ഈ കാലിൻ്റെ ഹീല് ബട്ടക്സോട് ചേർത്ത് വെച്ചു. ഓരോ കാലിൻ്റെ ഹീലും ബട്ടക്സോട് ചേർത്ത് വെച്ചു. അതിനുശേഷം ഈ ഹീല് പിടിച്ചുകൊണ്ട് മാക്സിമം നമ്മുടെ ബോഡിയെ ഉയർത്തുക. 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. കൈ നമ്മൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ആസനമുണ്ട്, ഇങ്ങനെ ഉയർത്തുന്നതുണ്ട്. ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ബട്ടക്സിനെ ഉയർത്തുക. ഈ സമയത്ത് കഴുത്തും നമ്മുടെ ഷോൾഡറും ഭൂമിയിൽ സമാന്തരമായി ഇരിക്കണം. അവിടുന്ന് ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഇത്
നടുവേദനക്ക് വളരെ നല്ലൊരു ആസനമാണ്. ഒന്നും കൂടി ചെയ്യാം. ഈ കാലിൻ്റെ ഹീല് പിടിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. കാല് നേരെ വെക്കുക. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഉത്താന പാദാസന എന്നാണ്. ഉത്താനം മീൻസ് ഉയർത്തുക, പാദം മീൻസ് കാല്. രണ്ട് കാലുകളും ഉയർത്തി ഒരു 45 ഡിഗ്രിയിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനാണ് ഉത്താന പാദാസനം എന്ന് വിളിക്കുന്നത്. ഇത് കോൺസ്റ്റിപ്പേഷൻ നല്ലതാണ്, ഗ്യാസ്ട്രിക് ട്രബിൾ നല്ലതാണ്, വെരിക്കോസ് വെയിൻ നല്ലതാണ്, ചെറിയ ചെറിയ നടുവേദനക്കും നല്ലതാണ്, വരാതിരിക്കാൻ നല്ല മാർഗമാണ്. കഴുത്തിന് മസിലുകൾ സ്ട്രെങ്ത് ചെയ്യുന്ന ഒരു ആസനം കൂടിയാണിത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. മലർന്ന് കിടന്നു, രണ്ട് കാലുകൾ ചേർത്ത് വെച്ചു, നോട്ടം ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും 45 ഡിഗ്രിയിലേക്ക് ഉയർത്തുക. ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ കാലിൻ്റെ ഉയർത്തിയ കാലിൻ്റെ പെരുവിരലേക്ക് കാണുന്നത്, ദാറ്റ് ഈസ് 45 ഡിഗ്രി. 30 to 45 ഡിഗ്രി ഉയർത്തിയാണ് വേണ്ടത്. പതിയെ ശ്വാസം എടുത്തു, അവിടെ നിൽക്കട്ടെ. ശ്വാസം വേണം തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. രണ്ട് കാലുകൾ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും 45 ഡിഗ്രിയിലേക്ക് ഉയർത്തുക. ശ്വാസം വേണം തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ പതിയെ കാലുകൾ താഴ്ത്തി വെക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 90യിൽ കൊണ്ടുവരിക. അർദ്ധ ഹലാസനത്തിലാണ് കൊണ്ടുവരുന്നത്. രണ്ട് കാലുകൾ 90യിൽ കൊണ്ടുവരിക. ഹർദ മീൻസ് പകുതി, ഹല മീൻസ് കലപ്പ എന്നർത്ഥം. കലപ്പയെ പോലെ കൊണ്ടുവരിക. അർദ്ധ ഹലാസനമാണ്, ശരിക്കുള്ള ഹലാസനമല്ല, പകുതിയാണത്. രണ്ട് കാലിൽ 90 കൊണ്ട്. ഇതും നല്ലതാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഹാർട്ടിന് നല്ലതാണിത്, വെരിക്കോസ് വെയിൻ നല്ലതാണ് ഈ ആസനം. ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് കാലുകൾ 90യിൽ കൊണ്ടുവരിക. കൈ ചേർത്ത് വെച്ചു, കൈ നേരെ ബോഡിക്ക് ചേർത്ത് വെച്ചു. രണ്ട് കാലുകൾ കാലുകൾ നേരെ ശ്വാസം എടുത്തുകൊണ്ട് 90യിൽ കൊണ്ടുവരിക. അവിടെ നിൽക്കട്ടെ. അവിടുന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താത്തണം തോന്നുന്നു, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ ഒരു ഡോർ അടയുന്നത് പോലെ, ശ്വാസം വിട്ടുകൊണ്ട് തന്നെ ഒരു ഡോർ അടയുന്നത് പോലെ പതിയെ 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 ഇതിനെ താഴ്ത്തി 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 കൊണ്ടുവരിക. നമുക്കൊന്നും കൂടി ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് കാലുകൾ ചേർത്ത് വെച്ചു, ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും 90യിൽ കൊണ്ടുവരിക. അവിടെ നിൽക്കട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി കൊടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസനമാണ്. പവനം മീൻസ് കാറ്റ്, മുക്തം മീൻസ് മോചിപ്പിക്കുക. ഇത് വെരി ഗുഡ് ഫോർ ഡയബറ്റിക്, ബാക്ക് പെയിൻ ആൻഡ് ഇൻഡൈജഷൻ, ഗ്യാസ്ട്രിക് ട്രബിൾ. ഇതിനൊക്കെ നല്ലൊരു ആസനമാണ് പവനമുക്താസനം. ഒട്ടുമിക്ക അവയവങ്ങൾക്കും ഇഫക്റ്റ് ആവുന്ന ഒരു ആസനമാണ് പവനമുക്താസനം. ചെയ്യുന്നിങ്ങനെയാണ്. രണ്ട് കാലുകൾ മലർന്ന് കിടന്ന് രണ്ട് കാല് 90യിൽ കൊണ്ടുവന്നു, ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി വെച്ചു. ഇന്റർലോക്ക്, ഇതാണ് ഇന്റർലോക്ക് എന്ന് പറയുക. ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് രണ്ട് തുടകളും മാക്സിമം വയറിലേക്ക് അടുപ്പിക്കുക. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കണ്ണ് അടച്ചു വെച്ച് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല ഉയർത്തുക. മുട്ടിനിടയിലേക്ക് നെറ്റിയെ കൊണ്ടുവരിക. ഇതാണ് ചെയ്യുന്നത്. ചെയ്തിങ്ങനെയാണ്. ശ്വാസം എടുത്തു, രണ്ട് കാൽ 90 കൊണ്ടുവന്നു, ശ്വാസം വിട്ടു മുട്ടുമടക്കി വെച്ചു. ഇതാണ് ഫിംഗർ ഇന്റർലോക്ക് എന്ന് പറയുന്നത്. ഏറ്റവും താഴോട്ട് പിടിക്കുക. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക.
ശ്വാസം എടുക്കുക, തല താഴ്ത്തി വെച്ചു, കാലെ 90യിൽ കൊണ്ടുവന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശവാസനമാണ്. ശവാസനം എന്ന് പറയുന്നത് യോഗയിൽ ഉത്താനം ശവദ്ഭുവവും മൃദംധു ശവാസനം, ശവാസനം ശ്രമകരം ചിത്തവിശ്രാന്തി കാരണം, മനസ്സിന് ശാന്തി കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്ററാണ് ശവാസനം എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്: മലർന്ന് കിടക്കുക, കൈകൾ മലർത്തി വെക്കുക, കൈപ്പത്തി അല്പം ഒന്ന് മലർത്തി വെക്കുക, മടക്കി വെക്കുക, കാലുകൾ രണ്ടും ഒരടി 1.5 അടി 2 അടി അകലത്തിൽ വെക്കുക, കൈകൾ അരയടി, നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ സ്പൈനൽ കോഡും തലയും ഒക്കെ നേരെ വരുന്ന രീതിയിൽ കിടക്കുക. ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. കണ്ണടച്ച് വെച്ച് ഡീപ്ലി സ്ലോലി കംപ്ലീറ്റ്ലി ഇൻഹെയിൽ, അതേപോലെ ഡീപ്ലി സ്ലോലി കംപ്ലീറ്റ്ലി എക്സെയിൽ. നമ്മുടെ വയറ് ഒരു ബലൂണ് പോലെ നിറഞ്ഞ് വരുന്നതായും ലങ്സ് നിറഞ്ഞു വരുന്നതായും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യേണ്ടത്. പ്രാണന്റെ ഊർജം, പ്രാണശക്തി നമ്മുടെ ശരീരം മുഴുവനായി നിറഞ്ഞു വരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഈ ശവാസനം നിങ്ങൾക്ക് ഒരു ആസനത്തിൻ്റെ ശേഷം ചെയ്യാവുന്നതാണ്. മലർന്ന് കിടക്കുന്ന ശവാസനമായാലും അല്ലെങ്കിൽ മകരാസനമായാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് കപാലഭാതിയാണ്. ഇത് ഒരേ സമയം പ്രാണായാമയാണ്, ക്രിയയാണ്. കപാലം എന്ന വാക്കിൻ്റെ അർത്ഥം സ്കള്ള് എന്നർത്ഥം. ഭാതി മീൻസ് ക്ലീൻ ചെയ്യുക ഓർ ക്ലെൻസിങ്. നമ്മുടെ ക്ലെൻസിങ് ചെയ്യുന്ന ഒരു പ്രാണായാമയാണ് കപാലഭാതി പ്രാണായാമ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ഏരിയയിൽ ഫ്രീഫോണ്ടൽ ഏരിയയുടെ ഭാഗത്തേക്ക് നമുക്കുണ്ടാകുന്ന സൈനസൈറ്റീസിലേക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ പ്രാണായാമ. വെരി ഗുഡ് ഫോർ ഡയബറ്റിക്, വെരി ഗുഡ് ഫോർ യുവർ സ്റ്റൊമക്ക് മസിൽ, ലങ്സിന് നല്ലതാണ്. ചെയ്യുന്ന ഇങ്ങനെയാണ്: ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുകയും അനേക തവണ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതാണത്. 1 ഇൻഹേൽ സോ മെനി എക്സെയിൽ എന്ന് പറയാം. ശ്വാസം ശക്തമായി നമ്മുടെ മൂക്കിനകത്തേക്ക്, നിങ്ങളുടെ ഇരുമൂക്കിലും പ്രാണി കയറിയാൽ നിങ്ങൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, തുമ്മിയിട്ട് അതിനെ പുറത്തേക്ക് കളയുന്നത്, അതേപോലെയാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിരുന്ന് കൈകൾ ചിന്മുദ്രയിൽ വെക്കാം, അല്ലെങ്കിൽ കൈ മുട്ടിന് മുകളിൽ വെക്കാം. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ മൂക്കിൽ പ്രാണി കയറിയാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്ന പോലെ ഇത് ഒരു ട്രയലാണ്. നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ചെയ്യാം. നമുക്കിത് ചെയ്യുന്ന ഇങ്ങനെയാണ്: ദീർഘമായി ശ്വാസം എടുത്തു, ശ്വാസം വിടാൻ പോവാണ്. നമുക്കിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇത് എവിടെ നിന്നാണ് ശ്വാസം, ഒരിക്കൽ മാത്രം ശ്വാസം എടുക്കുകയും അനേക തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും എവിടെ നിന്നാണ് ശ്വാസം വന്നതെന്നുള്ളത്. ബിറ്റ്വീൻ 2 എക്സെയിൽ നമ്മൾ അറിയാതെ ശ്വാസം ഉള്ളിൽ കയറുന്നുണ്ട്. ഏതുപോലെയെന്ന് വെച്ചാൽ, നമ്മൾ സൈക്കിളിൻ്റെ പമ്പ് ആ ലിവർ മുകളിലേക്ക് വലിച്ച് താഴേക്ക് വിടുമ്പോൾ ഈ ശക്തമായ ട്യൂബിലേക്ക് കാറ്റ് കയറുന്നത് പോലെ 2 എക്സെയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസം വരുന്നുണ്ട്. ഇത് കപാലഭാതി പ്രാണായാമയായിട്ടും ക്രിയയായിട്ടും പറയുന്നുണ്ട്. നമ്മൾ പ്രാണായാമയിലേക്ക് പോവുകയാണ്. ആദ്യത്തെ പ്രാണായാമയാണ് നാഡീശുദ്ധി പ്രാണായാമ. സർവ്വനാഡികളെയും ശുദ്ധീകരിക്കുന്ന പ്രാണായാമയാണ് നാഡീശുദ്ധി പ്രാണായാമ. ചെയ്യുന്ന ഇങ്ങനെയാണ്: സ്ട്രെയിറ്റ് ആയിരുന്നു കൊണ്ട് കൈ ചിന്മുദ്രയിൽ വെക്കുക. വലത് കൈയുടെ 5 വിരൽ നമുക്കുണ്ട്,
അതിൽ 1, 2, 3, 4, 5 തമ്പ്, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ ആൻഡ് സ്മോൾ ഫിംഗർ. അതിൽ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ചേർത്ത് വെക്കുക, സ്മോൾ ഫിംഗറും റിംഗ് ഫിംഗറും ചേർത്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു യു ഷേപ്പ് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേര് നാസികാഗ്ര മുദ്ര അല്ലെങ്കിൽ വിഷ്ണുമുദ്ര എന്നാണ്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിരുന്നു കൊണ്ട് നേരെ മൂക്കിലേക്ക് പിടിക്കുക. തമ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തമ്പ് കൊണ്ട് വലത് മൂക്ക് പ്രസ് ചെയ്യുക. വലത് കൈ ഉപയോഗിക്കുന്നത്, വലത് മൂക്ക് പ്രസ് ചെയ്ത് ഇടത് മൂക്ക് തുറന്നു വെക്കുക. ശ്വാസം പതിയെ ഇടതിലേക്ക് എടുക്കുക, കണ്ണടച്ച് വെക്കുക. ഈ 2 വിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ചു വെച്ച് 2 മൂക്കും അടച്ചു വെച്ച് ഒരു പോസ്റ്റ് ടൈം അടച്ചു വെച്ച് പതിയെ വലത് മൂക്ക് തുറക്കുക. എടുത്തതിൻ്റെ ഡബിൾ ടൈം കൊണ്ട് ശ്വാസത്തെ പതുക്കെ പുറത്തേക്ക് വിടുക. പതിയെ ആ വിട്ടതിലൂടെ, അതായത് വലതിലൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്ക് അടച്ചു വെക്കുക. ഏറ്റവും പതുക്കെ ഇടത് മൂക്കിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നും കൂടി ചെയ്യാം. ഇതാണ് ഒരു റൗണ്ട്. ഒന്നും കൂടി ചെയ്യാം. ശ്വാസം ഇടതിലേക്ക് എടുക്കുക, 2 മൂക്കും അടച്ചു വെക്കുക, ശ്വാസം പതിയെ വലതിലേക്ക് വിടുക. ഇനി വലതിലേക്ക് ഒന്നും കൂടി എടുക്കുക, വലത് മൂക്ക് അടച്ചു വെക്കുക, ഇടതിലേക്ക് പതിയെ പുറത്തേക്ക് വിടുക. സാവധാനം കണ്ണുതുറക്കുക. ഇതേപോലെ നിങ്ങൾ 4 or 5 തവണ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഭ്രമരി പ്രാണായാമ. ഭ്രമരം എന്ന വാക്കിൻ്റെ അർത്ഥം വണ്ട് എന്നാണ്, ബ്ലാക്ക് ബീ. ഭ്രമരി എന്ന വാക്കിൻ്റെ അർത്ഥം പെൺവണ്ട് എന്നാണ്. പെൺവണ്ടിനെ പോലെ മൂളുന്നത് പോലെ മൂളിക്കൊണ്ടേയിരിക്കുക. ഇത് ഏറ്റവും നല്ലത് സ്ട്രെസ് കുറക്കാൻ നല്ലൊരു പ്രാണായാമയാണ്. ഡിപ്രഷന് നല്ലതാണ്, ആങ്സൈറ്റിക്ക് നല്ലതാണ്, മൈൻഡ് ഒരു കൂളിലേക്ക് പോകുന്നതാണ്. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. അത് ചെയ്യുന്ന ഇങ്ങനെയാണ്. നിങ്ങളുടെ ഈ 2 തരത്തിൽ ചെയ്യാം. നമുക്കത് ഷൺമുഖി മുദ്ര വെച്ചുകൊണ്ട് ചെയ്യാം, എല്ലാതെയും ചെയ്യാം. ഈ ഇൻഡെക്സ് ഫിംഗർ ചെവിയിൽ തിരിച്ച് കയറ്റുക പതുക്കെ. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ എന്ന് വായ അടച്ചു വെക്കുക, പല്ലുകൾ ചേർത്ത് വെക്കുക, എന്ന് മൂളിക്കൊണ്ടേയിരിക്കുക. ചെയ്യാം നമുക്ക്. ഒന്നും കൂടി ചെയ്യാം. ഇങ്ങനെ നമുക്ക് 4 or 5 തവണ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഷൺമുഖി മുദ്ര ഉപയോഗിച്ചുകൊണ്ട്, ഷൺമുഖി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭ്രമരി പ്രാണായാമം ചെയ്യുന്നതാണ്. അതിങ്ങനെയാണ്. തമ്പ് കൊണ്ട് ഈ ചെവി അടച്ചു വെക്കുക, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് കണ്ണടച്ചു വെക്കുക, മിഡിൽ ഫിംഗർ മൂക്കിന് മുകളിലേക്ക് വെക്കുക, ഈ റിംഗ് ഫിംഗർ കൊണ്ട് മേൽച്ചുണ്ട്, സ്മോൾ ഫിംഗർ കൊണ്ട് കീഴ്ച്ചുണ്ട്. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക മൂക്ക് വഴി. വിടുമ്പോൾ ഇങ്ങനെ ഒരു 3 or 4 തവണ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പ്രാണായാമയാണ് ശീതളി പ്രാണായാമ. നമുക്കറിയാം, ശീതളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം
ബോഡിയിൽ തണുപ്പുണ്ടാക്കുന്നതാണ്. ബോഡി ആസ് വെൽ ആസ് മൈൻഡിന് തണുപ്പുണ്ടാക്കുന്നൊരു കാം ഡൗൺ ചെയ്യുന്നൊരു ആസനമാണ് ശീതളി പ്രാണായാമ. ചെയ്യുന്ന ഇങ്ങനെയാണ്. നാവിനെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് 2 സൈഡുകളും ബെൻഡ് ചെയ്യുക. നാവിൻ്റെ 2 സൈഡ് ബെൻഡ് ചെയ്യുക. ആ ദ്വാരത്തിലൂടെ ശ്വാസത്തെ വലിച്ചു കുടിക്കുക. ചെയ്യുന്ന ഇങ്ങനെയാണ്. ശ്വാസം എടുത്തുകൊണ്ട് നാവിനെ ഉള്ളിലേക്ക് ഇടുക. മൂക്ക് വഴി പതിയെ പുറത്തേക്ക് വിടുക. എടുത്തതിൻ്റെ ഡബിൾ ടൈം കൊണ്ട് പുറത്തേക്ക് വിടുക. ഒന്നും കൂടി ചെയ്യാം. ഈ നാവിൻ്റെ ദ്വാരത്തിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ പ്രാണായാമം. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്ലോസിംഗ് പ്രയറിലേക്ക് പോവുകയാണ്. ഈ ക്ലോസിംഗ് പ്രയർ ഇതാണ്: സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി 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 എന്നാണ്. ലോകത്തിലെ എല്ലാ സമസ്ത ചരാചരങ്ങൾക്കും സുഖമുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ, ആനന്ദമുണ്ടാവട്ടെ. ഒരാൾക്ക് പോലും ദുഃഖമില്ലാതിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബ്രീഫായിട്ട് പറഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഒരൊറ്റൊരു രാജ്യം നമ്മുടെ ഭാരതമാണ്, നമ്മുടെ ഇന്ത്യയാണ്. ക്ലോസിംഗ് പ്രയറിലേക്ക് പോകാം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി ശാന്തി ശാന്തി. 2 കൈകൾ റബ്ബ് ചെയ്തു. നേരെ കണ്ണിലേക്ക് കൊടുക്കുക, കവിളിലേക്ക് കൊടുക്കുക, കഴുത്തിലേക്ക് കൊടുക്കുക. കണ്ണ് തുറന്ന് കൈപ്പത്തിയിലേക്ക് നോക്കുക. അതേപോലെ പറ്റുമെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് പ്രയർ ചെയ്ത പോലെ കൈ നേരെ ബാക്കിലേക്ക് വെച്ച് ദീർഘമായ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റി മുട്ടിക്കാൻ പറ്റുമെങ്കിൽ നെറ്റി മുട്ടിക്കുക. ഏറ്റവും നല്ല ആരോഗ്യത്തിൻ്റെ ദിനമായി മാറട്ടെ. എല്ലാ വർഷവും നമുക്ക് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും യോഗയുടെ ദിവസമാവട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.